എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. നല്ല ടേസ്റ്റി ആയിട്ട് വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ഒരു സ്വീറ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ സാധാ നോർമൽ ടെമ്പറേച്ചറിലെ വെള്ളം ഒഴിച്ചാൽ മതി, ചൂടുവെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ മാവ് നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ തടവിയ ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇതാ നമ്മളെല്ലാം തന്നെ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മളിപ്പം ഉരുട്ടിയെടുത്തിരിക്കുന്ന ആ ബോൾസ് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ബോൾസ് എല്ലാം തന്നെ ഇട്ട് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കുറേ സമയത്ത് വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. വെള്ളത്തിൽ നന്നായിട്ട് ഒരു 5 മിനിറ്റ് കിടന്ന് തിളയ്ക്കുമ്പോൾ ആ ബോൾസ് എല്ലാം തന്നെ വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ബോൾസ് എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി വേറൊരു പാൻ വെച്ചിട്ട് നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. ഈ ശർക്കര പാനി ഒരു 1/2 കപ്പ് ശർക്കരയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച ശേഷം അതിനൊന്ന് അരിച്ച് ഒഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ ശർക്കര പാനി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പകുതി നാളികേരം ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നാളികേരത്തിൻ്റെ അളവൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഈ നാളികേരം ഈ ശർക്കര പാനി കിടന്നിട്ട് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ 2 മിനിറ്റ് നേരം നന്നായി തന്നെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പം ശർക്കര പാനിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നാളികേരമൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗോതമ്പ് പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു സ്വീറ്റിൻ്റെ ഒരു തിക്ക് ഒന്ന് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കുറേ ഗോതമ്പ് പൊടിയൊന്നും ചേർക്കരുത് കേട്ടോ. 1 ടീസ്പൂൺ ഗോതമ്പ് പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയിട്ടാണ് ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഒന്നും കൂടി ഒരു 1-2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു കൂട്ട് നന്നായിട്ട് സെറ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം എള്ള് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, കയ്യിലില്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കിക്കോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ആ ഗോതമ്പ് ഉണ്ടയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് സെറ്റായി തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ആക്കിയിടാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. കുറച്ചും കൂടി തന്നെ ഇരുന്ന് ഒന്നും കൂടി ഒന്ന് കുറുകി വന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. നമുക്കിത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരം കൂട്ടുകാരെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം കേട്ടോ. താങ്ക്